ബിഗ് ബോസ് സീസൺ 7 ഇനി 4 ആഴ്ച കൂടിയേ ഉള്ളൂ. ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞായിരുന്നു, മോർണിംഗ് ടാസ്ക് ആയിരുന്നു. അതിൽ എല്ലാവരും വന്നിരുന്നിട്ട് പറഞ്ഞു PR ഉള്ളതും PR ഇല്ലാത്തവരും പറയാൻ പറഞ്ഞു, ആർക്കാണ് PR ഉള്ളത് എന്നുള്ളത്. അപ്പോഴും ഓരോരുത്തരും എഴുതിച്ച് നിന്നിട്ട് PR ഉള്ളത് അനുമോൾക്കാണ്, അവരാണ് എല്ലാം അങ്ങ് തീരുമാനിച്ചത്. ഹനീഷ് പറയുന്നുണ്ട്, ഷാനവാസ് പറയുന്നുണ്ട്, നമ്മളെ കുത്തിത്തിരിപ്പ് ബിന്നി ചേച്ചി പറയുന്നുണ്ട്, പിന്നെ ലക്ഷ്മി തമ്പുരാട്ടി മഹാറാണി പറയുന്നുണ്ട്. ഒന്നും മിണ്ടാതെ മിനുങ്ങാതെ വകയ്ക്കും കൊള്ളാതെ കിഴങ്ങനായിട്ട് കിടക്കുന്ന സാബുമാൻ പറയുന്നുണ്ട്. സാബുമാന് പറയണതിൻ്റെ കാര്യം കുത്തിത്തിരിപ്പ് ബിന്നിയും നമ്മളെ ലക്ഷ്മി തമ്പുരാട്ടിയും കൂടെ പറഞ്ഞ് ക്ലാസ് എടുത്താണ് അനുമോളെ പറയണമെന്ന് പറഞ്ഞു വിട്ടത്. എല്ലാവരും പറയുന്നുണ്ട്, അക്ബർ പിന്നെ ഏതൊക്കെ ഊളകളൊക്കെ പറയുന്നുണ്ട്, ഇതുപോലെ അനുമോൾക്കാണ് PR ഉള്ളത്, നല്ല PR ആണ്. ഷാനവാസ് പറയുന്നുണ്ട്, അക്ബർ പറഞ്ഞതായിട്ടാണ് പറയണ, അനുമോളെ PR അക്ബറിനെ വിളിച്ചിരുന്നെന്ന്. യവന്മാർ സത്യം പറഞ്ഞ യവന്മാർ വന്ന് കയറിയതിൻ്റെ അന്ന് മുതൽ യവന്മാരും അതിൽ കിടക്കണ അവളുമാരും എല്ലാവളും കണക്കാണ്. എല്ലാവളും കൂടെ കൂട്ടം ചേർന്ന് നിന്നാണ് നമ്മുടെ അനുമോക്കിട്ട് കൊട്ടണത്. അനുമോളായിരുന്നു ബിഗ് ബോസ് സീസൺ 7 കണ്ടൻറ്റ്. അനുമോൾ ടോയ്ലറ്റിൽ പോകാൻ പറ്റൂല, അനുമോളെ ടിങ് 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 ഇറങ്ങ്, അപ്പോഴവിടെ വഴക്കുണ്ടാക്കാൻ ചെല്ലും. എന്തേലും അനുമോളെ അവിടെ സൗണ്ട് കേട്ടത്, അപ്പോഴവിടെ ചെല്ലും വഴക്കുണ്ടാക്കാൻ. ഏതൊരു കാര്യത്തിനായിരുന്നാലും അങ്ങനെ. അനുമോൾ എന്തോന്ന് ഫുഡ് കഴിക്കണ അങ്ങോട്ട് ചെല്ലും ഓരോന്ന്. ഫുള്ള് കണ്ടൻറ്റ് അനുമോളാണ്. അതുപോലെ ബിഗ് ബോസിനും കണ്ടൻറ്റ് അനുമോളായിരുന്നു. അനുമോളെ വെച്ചിട്ടായിരുന്നു ഇത്രയും നാൾ ബിഗ് ബോസിന് നല്ല കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും PR ഉള്ളത് ആരാണ്? അനുമോള്. വേറെ ആർക്കും PR ഇല്ലല്ലേ? ചിരിപ്പിക്കല്ലേ. അനീഷിന് PR ഇല്ലേ? നല്ല പണിയായി. അനീഷിൻ്റെ വീട്ടുകാർ നല്ല PRനെ വെച്ചിട്ടുണ്ട്. അനീഷിൻ്റെ അനിയനായിരുന്നാലും എല്ലാവരും നല്ല PRനെയാണ് വെച്ചിരിക്കണ. അക്ബറിന് PR ഇല്ലേ? അക്ബറെ PRൻ്റെ ബലത്തിലാണ് ഈ അക്ബർ കയറി പോണത്. അതുപോലെ ആരാണ് നല്ലതുപോലെ ഗെയിം കളിക്കണത്? അവിടെ ആരും കളിക്കണില്ല. ഉള്ളത് പറയല്ല, അവിടെ ഒരു കുഞ്ഞുങ്ങളും കളിക്കില്ല. ഈ അനീഷ് അവിടെ നിന്ന് പറ്റണത് ടാസ്കുകളൊക്കെ വലിയ മോശമാണ്. എല്ലാവരും ഒന്നുപോലെ തന്നെ കേട്ടോ. എന്തെങ്കിലും ടാസ്ക് കൊടുത്താൽ തന്നെ, ഗെയിമുകൾ കൊടുത്താൽ തന്നെ അത് കളിക്കാൻ അവരെ കൊണ്ട് ഭയങ്കര പാടാണ്. അവരിൽ ഗ്രൂപ്പായിട്ട് നിന്നും കൊണ്ട് അലിമ്പ് കാണിച്ചും കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തിയാണ് അവരവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ബറിന് അക്ബർ എന്തോന്നാണ് അവിടെ കളിക്കുന്നത്, എന്തോന്ന് ഗെയിമാണ് അക്ബർ അവിടെ കളിക്കുന്നത്. അതുപോലെ ഷാനവാസ് എല്ലാവരും ചേർന്ന് നിന്ന് അനുമോളെ പറഞ്ഞില്ല, ഷാനവാസ് എന്ത് ഗെയിമാണ് അവിടെ കളിക്കുന്നത്? ഒന്നുമില്ല. കൂട്ടത്തിൽ കിടന്ന് എന്തോ കലോ പെലോന്ന് ആക്കണം, അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം, അതിനപ്പുറമൊന്നും ഇല്ല. ലക്ഷ്മി തമ്പുരാട്ടി എന്താണ് അവിടെ ചെയ്യണം? ലക്ഷ്മി തമ്പുരാട്ടി സമയം പോയി ഇരുന്ന് അങ്ങോട്ട് ഫുഡ് എല്ലാവർക്കും ഉണ്ടായില്ലെന്നും തിരക്കൂല, അങ്ങോട്ട് കോരിക്കൊണ്ട് വെച്ച് തിന്നെ. ഇതാണ് ലക്ഷ്മി തമ്പുരാട്ടി വേല. എന്നിട്ട് ലക്ഷ്മി തമ്പുരാട്ടി ഉറങ്ങും. നെവിനും പറഞ്ഞു അനുമോൾക്കാണ് PR എന്ന്. നെവിൻ്റെ ജോലി എന്തിനാണ്? ഗെയിം കളിക്കണം അവിടെ. നെവിന് 24 മണിക്കൂറും തീറ്റിയല്ലേ. ഒളിച്ചു കൊണ്ടോട്ടവും തീറ്റി, ഇതല്ലേ നെവിൻ്റെ ജോലി. നമ്മളെ കുത്തിത്തിരിപ്പ് ബിന്നി, അത് പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ. കുത്തിത്തിരിപ്പ് റാണിയുണ്ടല്ലോ, ശൈത്യമായിരുന്നു മറ്റേത് അനുവിൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ട്. ഇത് കുത്തിത്തിരിപ്പ് റാണി എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഈ റാണിയും എന്തോന്നാണ് ഗെയിം, ഒരു ഗെയിമില്ല അങ്ങാണ്ട് അവൾ എങ്ങനെ ജയിക്കെങ്ങാണ്ട് ചെയ്ത് 1-2 ഭാഗ്യവശാലോ എന്തോ കുത്തിത്തിരിപ്പ് അവിടെ കാണിച്ചാണ് അത് കയറിപ്പോയത് ബിന്നി. എന്നിട്ടാ പറയണത് എന്തേരാണെന്നറിയണ്ടേ? എനിക്ക് PR ഇല്ല. അപ്പം PR ഇല്ലാത്ത നമ്മളെന്തിനാണ് ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് നമ്മൾ തോറ്റു പോകുമ്പോൾ എന്നും പറഞ്ഞു നിന്നിങ്ങനെ കരയാണ്. എടി കുത്തിത്തിരിപ്പ് മഹാറാണി, എടി കുത്തിത്തിരിപ്പ് ബിന്നി, ഈ അനുമോള ഇങ്ങനെ പറയണതുണ്ടല്ലോ നീ, അത് ഒന്നും അറിയാതെ ഒരു പാവം അവിടെ നിൽക്കണ്, അവിടെ നിന്ന് ഗെയിം കളിക്കണ്. PR ഉണ്ടാ, AR ഉണ്ടാ, MR ഉണ്ടാ. PR ഇല്ലാത്തവരാരാണ്? എല്ലാവർക്കും PR ആണ്. കുത്തിത്തിരിപ്പ് ബിന്നിക്ക് PR ആണ്. നല്ല PRനെ ഇറക്കിയാണ് ബിന്നി ഇതുവരെ അവിടെ നിന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. PRനെ ഇറക്കി തന്നെ വോട്ട് മുൻപോട്ട് പോയി തന്നെയാണ് എല്ലാവരും അവിടെ നിന്നത്. പഴം വിഴുങ്ങി സാബുമാൻ്റെ അവസ്ഥ എന്താണ്?
സാബുമാൻ നിന്നത് PR-ൻ്റെ ബലത്തിലാണ്. അതുകൊണ്ടാണല്ലോ സാബുമാൻ അവിടെ നിന്നത്. അല്ലെങ്കിൽ പഴം വിഴുങ്ങിയായിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കാനല്ലേ സാബുമാനെ കൊണ്ട് പറ്റുള്ളായിരുന്നു. എല്ലാവരും PR-ൻ്റെ ബലത്തിലാണ് നിന്നത്. ലക്ഷ്മി, അക്ബർ, ഷാനവാസ്, അതുപോലെ അനീഷ്, പിന്നെ കുത്തിത്തിരിപ്പ് ബിന്നി, പിന്നെ നെവിൻ, എല്ലാവരും PR-ൻ്റെ ബലത്തിലാണ് ഇത്രയും ദിവസം അവിടെ നിന്നത്. എങ്കിൽ ചോദിക്കും പോയവർക്ക് PR ഇല്ല? അവർക്കും ഉണ്ടായിരുന്നു. അവർക്ക് PR ഉണ്ടെങ്കിൽ പിന്നെ ഈ അനുമോളെ കാര്യം പറയുന്നുണ്ട്. അനുമോള് സ്റ്റാർ മാജിക്കിൽ അനുമോള് നല്ല ഫേമസ് ആയ ഒരു വ്യക്തിയാണ് അനുമോള്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ സ്റ്റാർ മാജിക്ക് ഞാൻ കാണാറുണ്ട്, അനുമോളെ കോമഡികൾ കാണാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് അനുമോളെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് അനുമോളെന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ അറിഞ്ഞുപോലും കൂടെ ഇരുന്ന്. ഞാനും എൻ്റെ മക്കൾ ഇവിടെ ഇരുന്ന് സ്റ്റാർ മാജിക്ക് കാണാറുണ്ട്. അനുമോൾ ആ കോമഡികളൊക്കെ കാണുമായിരുന്നു. ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ കാണുമായിരുന്നു. ഒരേ എപ്പിസോഡ് നമ്മൾ കണ്ടുകൊണ്ട് ചിരിച്ച് മണ്ണ് അപ്പോയിരുന്നു. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു എനിക്ക് അനുമോള്. അല്ലാതെ അനുമോളെ ഒരു PR-ഉം അല്ല. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. എൻ്റെ 2 മക്കളും അന്ന് തൊട്ട് അനുമോളെ ഇഷ്ടമാണ്. അനുമോക്ക് തന്നെയാണ് നമ്മൾ ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യണത്. എപ്പോഴും നമ്മൾ അനുമോക്ക് തന്നെയാണ്. അതൊരു പാവപ്പെട്ട തങ്കപ്പെട്ട അത്രയ്ക്ക് മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അനുമോള്. അല്ലാതെ അനുമോൾ അവിടെ പൊതിച്ചോറിൻ്റെ കാര്യം അത് പറയുന്നുണ്ട്. അതാരോ എന്തോ പറഞ്ഞ വഴിക്ക് പറഞ്ഞതാണ്. ഇതുപോലെ 10-15 പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന് അവളെ സങ്കടങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് അവൾ പറഞ്ഞത്. അതും എടുത്തിട്ട് അവിടെ നെവിൻ കണ്ടൻ്റ് ആക്കുന്നുണ്ട്. എന്തെല്ലാണ് ഒളിച്ച് നിന്ന് നോക്കൂന്ന് പൊതിച്ചോറ് കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ് കൊണ്ടുവന്ന് ഈ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്ക് കൊടുത്തിട്ട് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തും അവിടെ എവിടെയൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് വിശന്നിരിക്കുന്നവരുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം അവർ കഴിക്കണ ഇനി എന്താണ് കഴിക്കൂലേ എന്നുള്ളത് അവൾ നിന്ന് നോക്കുക. അതൊരു സന്തോഷം കൊണ്ടാണ് പറഞ്ഞത്. അതിനും പറയണു പൊതിച്ചോറ് കൊടുത്തിട്ട് ഓരോരുത്തർ വീഡിയോ ചെയ്യണേ. നിങ്ങൾക്കൊന്നും ഒരു പണിയില്ലേ? ആദ്യം മുതൽ അവസാനം വരെ ഒരു അനുമോള് പാവം. ആദ്യം മുതൽ കയറിയപ്പം മുതലേ അതിനായിട്ട് ശിക്ഷിക്കുകയല്ലേ. ഇനിയെങ്കിലും നിങ്ങൾക്ക് മതിയാക്കിക്കൂടെ? അതിലുള്ളവരായിരുന്നാലും വെളിയിൽ വീഡിയോ ചെയ്യുന്നവരായിരുന്നാലും എന്തിനാണ് ആ കുട്ടിയെ ഇങ്ങനെയിട്ട് ബിഗ് ബോസിൽ പോയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരിതുണ്ടാ? കുത്തിത്തിരിപ്പ് ബിന്നി പറയണത് അതും പോട്ടെ, അതല്ലേ രസം. അനുമോൾക്ക് PR ഉള്ളത് മാത്രമല്ല കേട്ടോ. അനുമോള് പറഞ്ഞെന്നേ 16 ലക്ഷം കൊടുത്താണ് അനുമോള് അവിടെ PR-നെ ഇറക്കിയിരിക്കണേന്ന്. എൻ്റെ പൊന്നെ, 16 ലക്ഷമൊക്കെ കൊടുത്താൽ പൊന്നെ അനുമോളെ. 16 ലക്ഷം കൊടുത്താണ് അനുമോള് PR-നെ ഇറക്കി. ഒരുപാട് ഇൻസ്റ്റാ പേജുകളുണ്ട്, അതുപോലെ യൂട്യൂബിൽ അതിന് സ്റ്റാർ മാജിക്കിലൊക്കെ ഒരുപാട് ഇതുണ്ട്, അതിന് ആരാധകരുണ്ട്. അതുപോലെ തന്നെയാണ് യൂട്യൂബ് വഴിയായിരുന്നാലും ഏകദേശം എനിക്ക് തോന്നണം അനുമോക്ക് 1 മില്യൺ ആയില്ല എങ്കിലും 1 മില്യൺ ആയില്ല എങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടാണ്. അവളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണ്. പിന്നെ PR ഇല്ലാത്തവരില്ല, PR-ഉം കാണും, ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. നമ്മളെപ്പോലെ എത്രയോ വീട്ടമ്മമാരും കൊച്ചു കുട്ടികളും ഒക്കെ ഈ അനുമോളെ സ്നേഹിക്കണവരുണ്ടെന്നറിയാം. ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. അവൾ ആ ചിരിക്ക് കൊടുക്കണം. ആ ചിരി കണ്ടാൽ മതി. അത്രയ്ക്ക് സ്നേഹമാണ് ആ ഒരു കുട്ടി. അതുകൊണ്ടാണ് അവളെ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ PR, AR, MR ഒന്നും അല്ല കേട്ടാ. പിന്നെ 16 ലക്ഷം കൊടുത്തെന്ന് പറഞ്ഞ കുത്തിത്തിരിപ്പ് ബിന്നി. എടി ബിന്നി, നീ ആണാടി 20, ഈ ബിന്നി ആയിരിക്കും 20 ലക്ഷവും കൊടുത്തിട്ട് ആളിനെ ഇറക്കിയിരിക്കണത്. അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അനുമോൾ സത്യം പറയണ് ഉള്ളതാണ്. അനുമോൾ ബിന്നീരുടെ അടുത്ത് അങ്ങനെ മിണ്ടൂല. ആദ്യം മിണ്ടിയത് ശൈത്യയുടെ അടുത്ത്. ശൈത്യ കുറച്ച് ദിവസം ആയപ്പോഴേ കുത്തിത്തിരിപ്പ് കാണിച്ച് ഇറങ്ങിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദിലേരുടെ അടുത്ത് അനുമോൾ പറയുന്നുണ്ട്, ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ നൂറേരടുത്തും ആദിലേരടുത്തും പറയാറുണ്ട് എൻ്റെ കാര്യങ്ങൾ. PR-ൻ്റെ കാര്യവും പറഞ്ഞു കാണും. പക്ഷേ ഇത്ര ലക്ഷത്തിന് ഇറക്കിയിരിക്കണമെന്ന അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് അടുത്ത സുഹൃത്തുക്കളായിരുന്നു നൂറേ ആദിലേയും. എന്ത് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേ പറയുള്ളൂ. അവരുടെ അടുത്ത് തന്നെ ചോദിക്കണം. ഞാൻ പറഞ്ഞ 16 ലക്ഷത്തിൻ്റെ ഇല്ല, അവരുടെ അടുത്ത് പറഞ്ഞില്ല. പിന്നെ എങ്ങനെ ഈ ബിന്നി ചേച്ചി കുത്തിത്തിരിപ്പ്? ബിന്നി നിൻ്റെ അടുത്ത് എങ്ങനെ പറഞ്ഞു? ബിന്നി വല്ലാത്തൊരു കുത്തിത്തിരിപ്പായി പോണു കേട്ടോ.
അനുമോള് പറഞ്ഞിട്ടേ ഇല്ല. ഈ ബിന്നിയുടെ അടുത്തൊന്നും മിണ്ടുപോലും ഇല്ല. ഈ ആദിലെ നൂറേരുടെ അടുത്തും അനുമോള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബിന്നി അതിൻ്റെ ഇടയിൽ വന്നിരിക്കണമെങ്കിൽ ഇങ്ങനെ ഉള്ളൊരു കാര്യം പറയണം. നമ്മൾ 24 മണിക്കൂർ ലൈവ് കാണുന്ന വ്യക്തികളാണ്. നമ്മൾ കണ്ടിട്ടില്ല. മരത്തിൻ്റെ മൂട്ടി പോയിരുന്ന് എവളെയും വിളിച്ചുകൊണ്ട് പോയി പറഞ്ഞെന്ന്, എടി കുത്തിത്തിരിപ്പ് ബിന്നി, കുത്തിത്തിരിപ്പേ നീയും പോവാറായി, നീ പോവും, പോട്ടനെ പോവും. ഈ സീരിയലിലും എന്തേരിലൊക്കെ അഭിനയിക്കണമെന്നുണ്ടെന്ന് പറയണമല്ലോ. അപ്പം നിനക്കൊക്കെ അനുമോളെ പറയാനായിട്ട് കൊള്ളാം. നിന്നെയൊന്നും ആർക്കും ഒന്നും പറഞ്ഞുകൂടാ. അതുപോലെ സാബുമാനെ ഇല്ല, ഇങ്ങനെ കിളിച്ചുകൊണ്ടിരിക്കുന്ന സാബുമാനെ, നീ ചില്ലറക്കാരനൊന്നും അല്ല. നിന്നെ എന്തേലും ഉദ്ദേശത്തിലാണ് അവിടെ എടുത്തിട്ടേക്കണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. PR ഇറക്കി തന്നെയാണ് നിന്നെ നിർത്തിയിരിക്കണത്. എല്ലാവർക്കും PR ഉണ്ട്. ഇതെല്ലാ സീസണിലും ഉള്ളത് തന്നെ ഈ PR ഇത് കേട്ടോ. ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ആളിയൊക്കൊന്നും ഇപ്പം പ്രത്യേകിച്ചാണെന്ന് അങ്ങനെയൊന്നുമില്ല. എല്ലാ സീസണിലും ഇങ്ങനെ ബിഗ് ബോസ് പറയുന്നുണ്ട് PR ഉള്ളതും PR ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറയാനായിട്ട്. പിന്നെ ആളുകൾ ഓരോരുത്തരും PR ഇല്ലാത്ത കാര്യം പറയുന്നുണ്ട് അവിടെ ആരെയൊക്കെ. അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. ഷാനവാസ് ആദ്യം അനീഷിനെ കണ്ട് പറഞ്ഞിട്ട് PR ഇല്ലെന്ന്. എല്ലാവർക്കും PR ഉണ്ടെന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളവരും പ്രേക്ഷകരും ഒരുപോലെ പറയുന്നൊരു കണ്ടസ്റ്റന്റ് ആണ് അനുമോള്. അതുപോലെ തന്നെ 11 കണ്ടസ്റ്റൻസിൽ 9 പേരും ഇന്ന് PR ഉണ്ട് എന്ന് പറഞ്ഞത് അനുമോളുടെ പേര് തന്നെയാണ്. ആദ്യം ഷാനവാസാണ് അനുമോക്കല്ലേ കിടന്നിയാക്കാലേ ഇല്ലാത്തത്. എന്തേരിനും പറയണത് അനുമോളാണ്. ഷാനവാസും പറഞ്ഞത് PR ഉണ്ട് എന്ന് തോന്നുന്നത് അനുമോൾക്കും അക്ബറിനുമാണ്. കാരണം അക്ബറും പറഞ്ഞിരുന്നു, അനുമോളും പറഞ്ഞിരുന്നു, ബിഗ് ബോസ് ഷോയിലേക്ക് വരുന്നതിന് മുമ്പ് PR ടീമുകൾ എന്നെ സമീപിച്ചിട്ടുണ്ടെന്ന്. പിന്നെ PR ഇല്ല എന്ന് തോന്നുന്നത് അനീഷ്, സാബുമാൻ, നെവിൻ. എൻ്റെ പൊന്നെ, അനീഷിനൊക്കെ ഭയങ്കര PR ആണ്. എല്ലാവർക്കും ഉണ്ട് PR. അതുപോലെ നോമിനേഷൻ കഴിഞ്ഞായിരുന്നു. 11 പേരുള്ളതിൽ 8 പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ആദിലെ നോമിനേറ്റ് ചെയ്യാൻ പറ്റൂല, ക്യാപ്റ്റൻ ആയതുകൊണ്ട്. നൂറ, ആര്യൻ ഇവർ രണ്ടുപേരെയും നോമിനേഷനിലില്ല. ബാക്കി എല്ലാവരും ഉണ്ട്. അനുമോള് എല്ലാവരും ഉണ്ട്. ബിന്നിയെ എത്രയും പെട്ടെന്ന് എടുത്ത് കളയേണ്ടത് അത്യാവശ്യമാണ്. ബിന്നി പോണം. ബിന്നി കുത്തിത്തിരിപ്പ് ബിന്നിയാണ്. അതുപോലെ നമ്മൾ ലക്ഷ്മി തമ്പുരാട്ടി കുത്തിത്തിരിപ്പാണ്. സാബുമാനെ വെറുതെയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള 3-4 പേരുണ്ട്. പിന്നെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അന്ന് ഇന്ന് അനുമോൾക്ക് തന്നെയാണ് വോട്ട് കൊടുക്കുന്ന ഒരു പാവമാണ്. അവിടെ നിൽക്കുന്നത് പോലെ തന്നെയാണ് അനുമോള്. ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുന്ന ഓരോരുത്തർ പറയണതാണ് കരച്ചിൽ നാടകമാണ്. PR ടീമിനെ ഇറക്കി എത്രയും ലക്ഷം രൂപ കൊടുത്തുന്ന ആ കുട്ടി അത്രയും കഷ്ടപ്പെട്ട് കുഞ്ഞുനാൾ മുതൽ കഷ്ടപ്പെട്ടാണ് അവൾ മുന്നോട്ട് ഇത്രയും ഇതായിട്ട് വന്നത്. എന്നിട്ട് തന്നെ അവൾ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ എനിക്ക് കടമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യമില്ല. ഈ ഒരു കുട്ടിയുടെ ചിലവാണ് അവിടെ കഴിഞ്ഞു പോകുന്നത്. ചേച്ചി വേറെ താമസമാണ്, അമ്മയെ നോക്കണം, അച്ഛനെ നോക്കണം, പിന്നെ അമ്മേരെ കുടുംബ ആ കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട്. ഈ അച്ഛന് സുഖമില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഇത് ഓടി നടന്ന് അതിൻ്റെ കാര്യം പോലും മറന്നിട്ടത് ഇങ്ങനെ അത്രയ്ക്കും കിടന്ന് കഷ്ടപ്പെടുന്ന കുഞ്ഞുനാൾ മുതൽ ഈ പഠിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഈ അനുമോൾ ഒരുപാട് കഷ്ടപ്പെടുന്നതാണ്. അതുപോലെ ഞാൻ എന്തായിരുന്നാലും അനുമോക്ക് തന്നെയാണ് വോട്ട് കൊടുക്കുന്നത്. ഇത്രയും നാൾ അനുമോളെ അതിനകത്തിട്ട് അത്രയ്ക്ക് ഉപദ്രവിച്ചവരുണ്ടല്ലോ, ആ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർ അനുമോളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന. ആ കുട്ടി പറയാത്ത കാര്യമാണ് നീ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന അവരെ മുന്നിൽ നീ പറഞ്ഞിരിക്കുന്നത്. നിനക്ക് എങ്ങനെ മനസ്സ് വന്ന് പറയാൻ?